സ്വന്തക്കാരും നാട്ടുകാരും എല്ലാം ഭയങ്കര അതിശയമായിപ്പോയി ഇങ്ങനെ ഒരു റിട്ടയർമെന്റ്. ഇതെല്ലാം ഇതായി പ്രവർത്തിച്ചത് എന്റെ സഹപ്രവർത്തകരാണ്. ഇത്രയും സ്നേഹമുള്ള സഹപ്രവർത്തകരെ സത്യം പറഞ്ഞാൽ ആർക്കും കിട്ടത്തില്ല ജോലിയിൽ. ഓരോ നിമിഷം ഒരു അവധി വേണം വന്നാൽ പോലും അവർ തന്നെ എന്റെ സന്തോഷത്തിന് വേണ്ടി അവർ തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമായിരുന്നു. എന്റെ റിട്ടയർമെന്റ് സന്തോഷപ്രദമാകാൻ എനിക്ക് കുറെ നാൾ മുമ്പ് എനിക്ക് റിട്ടയർമെന്റിനെ പറ്റിയുള്ള മനപ്രയാസം വന്നു. ഞങ്ങളുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട സിസ്റ്റർ ആയിരുന്നു. ഞങ്ങളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു, സിസ്റ്ററിന്റെ ആഗ്രഹവും അങ്ങനെ തന്നെയായിരുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ എന്നെ യാത്ര അയക്കണം എന്നൊരു ആവശ്യം സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ അതെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളത് വളരെ ഗംഭീരമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയും അവരുടെ വീട്ടുകാരുടെ സന്തോഷം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായി. അവരും അത്രത്തോളം സന്തോഷത്തോടെയാണ് ഞങ്ങളെ ആ വീട്ടിലേക്ക് എതിരേറ്റതും. വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. കാരണം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സിസ്റ്റർ ഇവിടെയുള്ള ജീവനക്കാരുമായിട്ട് അത്രയേറെ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവര് പിരിഞ്ഞു പോകുന്നതിൽ വളരെയേറെ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവരെ സന്തോഷത്തോടെ, കാരണം ഇനിയുള്ള കാലം മൊത്തവും അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം. കണ്ണൻ നായരാണ് നമ്മുടെ കൂടെ ഉള്ളത്. കണ്ണൻ, എന്തായാലും ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു യാത്രയയപ്പ് അത് മറക്കാനേ പറ്റത്തില്ല അല്ലേ? സാധാരണ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവരും, കൈ കൊടുക്കും, എല്ലാവരോടും സന്തോഷം പ്രകടിപ്പിക്കും, പിരിഞ്ഞു പോകും. പക്ഷെ ഇത് ഇത്രത്തോളം വൈബിലൊരു യാത്രയയപ്പ് എന്തുകൊണ്ടാണ് ആലീസ് ബേബിക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ അവര് തന്നെ പറയുന്നുണ്ട്, അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളായിരുന്നു. അതൊരിക്കലും മറക്കാതിരിക്കാൻ പാകത്തിനുള്ളൊരു യാത്രയയപ്പ് അത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പൂജ, നമ്മളൊക്കെ പലതരത്തിലുള്ള വിരമിക്കൽ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കാറുള്ളതാണ്. ഞാനും ഈ വർഷം 2-3 സുഹൃത്തുക്കളുടെ വിരമിക്കൽ പരിപാടിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുക തന്നെ ചെയ്തു. പക്ഷേ ഈ ആലീസ് ബേബി എന്ന് പറയുന്ന ആ ആരോഗ്യ പ്രവർത്തകയ്ക്ക് ലഭിച്ചതുപോലെ ഒരു യാത്രയയപ്പ് ഒരാൾക്ക് ലഭിച്ചു കാണില്ല. അവർ കുളത്തൂപ്പുഴ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ ജീവനക്കാരിയായിരുന്നു. അവർ ആ സ്ഥാപനം എന്ന് പറയുന്ന ഒരു കുടുംബം പോലെയാണ്. ആ സ്ഥാപനത്തിലെ എല്ലാ ആൾക്കാർക്കും ഈ ആലീസ് ഒരു അമ്മയെ പോലെയാണ്. അവരുടെ കുറ്റങ്ങൾ കണ്ടാൽ, തെറ്റുകൾ കണ്ടാൽ അതായത് സ്നേഹരൂപേണ അവരെ തിരുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം പങ്കുചേരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. റിട്ടയർമെൻറ്റ് ദിവസമാകുമ്പോഴേക്കും ഒരു ഇഷ്ട ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ ജീവനക്കാരൊക്കെ തന്നെ കാണുകയും അവർ പല സമയങ്ങളിലും ടൂർ പോവുകയും ആ സന്തോഷത്തോടു കൂടി ആ ആലീസിനെ ഇരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തതാണ്. ആ സമയത്താണ് ഇവരുടെ ഫംഗ്ഷൻ, അവിടുത്തെ ആ സ്ഥാപനത്തിലെ വിരമിക്കൽ പരിപാടി നടന്നത്. ഒരു വിരമിക്കൽ പരിപാടി ഗംഭീരമായിട്ട് നടന്നു. അതിനുശേഷമാണ് ആ ജീവനക്കാരൊക്കെ തന്നെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സർപ്രൈസ് പുറത്തെടുത്ത് പെട്ടെന്ന് സ്പീക്കറും പാട്ടുമൊക്കെയായി ആൾക്കാർ ഡാൻസ് കളിച്ച് ഒരു വലിയ ഒരു ബാനറൊക്കെ പിടിച്ചു. ഒപ്പം തന്നെ പ്ലക്കാർഡുകൾ, ഇവരുടെ ഫോട്ടോ പതിച്ച്, ആലീസിൻ്റെ ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകളൊക്കെ പതിച്ച് വലിയ പാട്ടും ഡാൻസും ഒക്കെ തന്നെ വലിയ സന്തോഷത്തോടുകൂടി പോകുന്ന ഒരു കാഴ്ചയാണ്. റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ആദ്യം ആൾക്കാർക്ക് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു തന്നെ ആശുപത്രിയിലെ ജീവനക്കാരും നഴ്സുമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ തന്നെ ആ ആൾക്കാരൊക്കെ തന്നെ എങ്ങനെ ഡാൻസ് കളിച്ച് പോകുന്നതെന്ന് നാട്ടുകാർ അറിയിച്ചു. അവരെല്ലാം തന്നെ റോഡിലൊക്കെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആലീസിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം ഉണ്ടായത്. ആലീസ് വാഹനത്തിലാണ് വരുന്നതെന്ന് കരുതി വീട്ടുകാർ ആ വാഹനത്തിൽ നിന്ന് ഇവരെ പുറത്ത് എടുത്തുകൊണ്ട് പോയി വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തിരുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. വലിയ പാട്ടും മേളമൊക്കെ ആയിട്ട് നമ്മുടെ ആലീസ് വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് ആ വീട്ടുകാരും ആലീസും ഒക്കെ തന്നെ ആ ഡാൻസിലും ഒക്കെ തന്നെ പങ്കെടുക്കുകയാണ്. അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, തൻ്റെ ആരോഗ്യ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തുറന്നു പറയാൻ സാധിക്കുന്ന, സാധാരണ അമ്മമാരോടൊക്കെ തന്നെ രക്ഷിതാക്കളോട് പറയാൻ സാധിക്കുന്ന അങ്ങനെയുള്ള ഒരു ആയിരുന്നു ആലീസ്. ആ വ്യക്തി അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഏറ്റവും നല്ലൊരു ഉചിതമായ യാത്രയയപ്പ് നൽകുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടുത്തെ ജീവനക്കാർ. തീർച്ചയായും കാണാം. എന്തായാലും ആലീസ് ബേബി ആ ചേച്ചി എന്നെ സംസാരിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടുകൂടി സംസാരിച്ച് അവസാനം വൈകാരികമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത്രത്തോളം സ്നേഹിക്കാൻ ചുറ്റും ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ കൂടെ ഇത്രയും നാളും ജോലി ചെയ്തല്ലോ എന്നതോർത്ത് അഭിമാനിക്കാം. വളരെ നല്ല കാര്യം. ശരി കണ്ണൻ.